നമസ്കാരം. ചിരിയുടെ, കലയുടെ, താളങ്ങളുടെ, സിനിമയുടെ, സൗഹൃദങ്ങളുടെ എല്ലാം കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഓർമ്മയിലെന്നും മാള അരവിന്ദൻ ആദ്യ ഭാഗം പൂർത്തിയായത്. ഈ ഭാഗവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നിരവധി നല്ല ഓർമ്മകളിലൂടെയുള്ളൊരു യാത്രയായിരിക്കും. ഓർമ്മയിലെന്നും മാള അരവിന്ദൻ തുടരുന്നു. അരവിന്ദനെ പറ്റി പറയുമ്പോഴേ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ചെറിയ ഒരു ഇത് ആദ്യം കിട്ടിയത് തളിരുകൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. നാഗേഷ് നായകനായിട്ട് അഭിനയിച്ച പടം. അത് പത്രത്തിൽ പരസ്യം വന്നു, ഇങ്ങനെ ഒരു പ്രാന്താശുപത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അപേക്ഷ അയച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അപേക്ഷ അയക്കരുത് കേട്ടോ, കാരണം നിന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ അവരെടുക്കും, നീ സ്വതവേ ഒരു ഭ്രാന്തനാണ്, എനിക്ക് അഭിനയിക്കേണ്ടി വരും, നിനക്ക് അഭിനയിക്കേണ്ടി വരും. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നർമ്മത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരാളെ കൂടി വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെ സവിശേഷതയുള്ള കഥാപാത്രങ്ങളാണ്. അദ്ദേഹം വന്നിട്ട് നമുക്ക് ഒരു പ്രധാന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നാരായണൻകുട്ടി ചേട്ടൻ. എപ്പോഴായിരുന്നു മാളച്ചേട്ടനെ ആദ്യം കണ്ടതും പരിചയമൊക്കെ? മാളച്ചേട്ടനെ ആദ്യം കണ്ടത് മാനത്തെ കൊട്ടാരം പടത്തിലാണ്. അതിനകത്ത് ഒരു അമ്മാവനായിട്ട് ഞാനൊരു എൻ്റെ നല്ല വേഷമാണ് അതിനകത്ത്. കാരണം ആദ്യം ഞാൻ മാപ്പൊക്കെ വിൽക്കാൻ വരുന്നു, മാപ്പ് എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് വളരെ ജനകീയമായിരുന്നു. അതാണ് ഫേമസ് ആയത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ മാപ്പൊക്കെ വലിച്ചു കീറിയ വല്ലാണ്ടാക്കി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെട്ടിക്കട തുടങ്ങി. പെട്ടിക്കടയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ കറക്റ്റ് ഫിലോമിന ചേച്ചി അവിടെ വന്ന്, എടാ നിന്നെ അവിടെ നിന്ന് എൻ്റെ മാമൻ പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറഞ്ഞ് പുള്ളി വന്നിട്ട് ആ പാത്രമൊക്കെ എടുത്ത് പൊട്ടിച്ച് പണ്ടാരടക്കി ഒരു രക്ഷയില്ലാണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗതിയില്ല പരഗതിയില്ലാണ്ട് പിച്ച തെണ്ടാനിരുന്നു ഞാൻ അവിടെ വന്നിട്ടും ഈ ഫിലോമിന ചേച്ചി വന്ന് എന്നെ അവിടെ നിന്ന് ഓടിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോയി. അങ്ങനെ അത് ഭയങ്കര സംഭവമായിരുന്നു. അതെ, വളരെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള പരിപാടികളാണല്ലോ. മാളച്ചേട്ടനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മിമിക്സ് ആക്ഷൻ 500 അങ്ങനെ ഒരു പടം ചെയ്തു. സകല മിമിക്രിക്കാരുണ്ട് അതിനകത്ത്, സകല മിമിക്രിക്കാരുണ്ട്. അപ്പോൾ ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു TV ഷോ കാണാം. ഷിയാസാണത് കാണുന്നത്. അതായത് എന്തായാലും പറയാ, ജിംനാഷ്യം അല്ല, വേറെ സംഭവം ഇങ്ങനെ നിൽക്കുമല്ലോ, ആരോഗ്യരംഗം. അതിങ്ങനെ ഷിയാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ അത് പിണഞ്ഞ് വലിഞ്ഞ് ഒടിഞ്ഞ് നെരിഞ്ഞിങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെരിഞ്ഞ് എന്താ പറയുക, പിന്നെ വളഞ്ഞിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് കാലിൻ്റെ ഇടയിൽ പെട്ടു പോകും, എടുക്കാൻ പറ്റാണ്ടായി പോയി. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന പുറയുന്നു. മാളച്ചേട്ടൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽ കരഞ്ഞു പോവും. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് എടാ നോക്കടാ ശരിയാക്കടാന്ന് പറഞ്ഞ് ആരാണ്ടൊക്കെ വന്ന് കാല് പിണഞ്ഞതൊക്കെ മാറ്റി നേരെയാക്കി സ്വസ്ഥമായി. അല്ല, ഈ അയ്യോ വിളി അമ്മോ വിളികൾ മാളച്ചേട്ടന്റെ ഒരു വളരെ അയ്യോ അമ്മോ വിളികൾ ഇത്രയും വെറൈറ്റികളിൽ ഇത്രയും തവണ വിളിച്ചിട്ടുള്ളത്. പിന്നെ ചില സമയത്ത് ഇത് സീരിയസ് ആക്കുന്ന കാര്യത്തില് ഒറ്റ ഡയലോഗ് തന്നെ, അതായത് സന്ദേശത്തില് ഇവരുടെ അനിയൻ വന്നിട്ട് എനിക്കൊരു ടേപ്പ് റെക്കോർഡർ മേടിച്ചു തരാമോ, പിന്നെ നിനക്ക് ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ, ഫോറിനായാലും മതി, ഫോറിൻ വേണോ അല്ലേ, നാളെ ഞാൻ ജപ്പാനിൽ പോകുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് മേടിച്ചോണ്ട് തരാം, നിനക്ക് ഞാൻ മേടിച്ചു തരൂടാം പറഞ്ഞിട്ട് എത്ര രസമാണല്ലേ അങ്ങനത്തെ പരിപാടികൾ ചെയ്തേക്കുന്നത്. ഏതൊരു പടത്തില് പടം അറിയില്ല, എന്തെടുത്താലും 15 റുപ്യാണ്, എന്തെടുത്താലും 15 റുപ്യ കുറെ സാധനമൊക്കെ ഉണ്ട്. അത് പെട്രോമാക്സ് എടുത്തു. എന്തെടുത്താലും 15 റുപ്യ. അപ്പൊ പെട്രോമാക്സ് എടുത്തു. അപ്പോ വിനയൻ സാറ്, ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാണ്, പലപ്പോഴും ഈ നിലപാടുകളുടെ അദ്ദേഹം തന്നെ പറഞ്ഞു, അതിനകത്ത് വ്യക്തിപരമായ ഉപദ്രവങ്ങളല്ല, അല്ലെങ്കിൽ ആരെയും പൈസ പറ്റിച്ചു എന്നുള്ള കേസല്ല, നിലപാടുകളുടെ പേരിലാണ് കലാകാരനെ മാറ്റി നിർത്തുന്ന ഒരു വിനയൻ സാറിനെ നമ്മൾ എപ്പോഴും കാണുന്നത്. കലാകാരൻ ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രൂവണാണ് എത്രയോ തരം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ഡയറക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഒരു സിനിമ കാണുമ്പം ഇത് ഇന്ന ഡയറക്ടറിൻ്റെതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ വ്യത്യസ്ത ജോണറുകളിലുള്ള സൂപ്പർ ഹിറ്റുകളും കൊടും കോമഡി, കൊടും ഹൊറർ, അന്നത്തെ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ടുള്ള ഒരുപക്ഷെ അത്ഭുത ദ്വീപ് പോലൊരു പടം, അങ്ങനെ ഏതെല്ലാം ദാദാ സാഹിബ് പോലെയുള്ള പടം, പല തരത്തിൽപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അദ്ദേഹം. ഇന്ന് വരുന്നതും മാളച്ചേട്ടൻ എന്ന് പറയുന്ന
ആളുടെ അതും ഒരു വലിയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സാർ വന്നതിന് കൂടി. മാളച്ചേട്ടൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതയാത്രയിൽ നാടകവും സിനിമയും ഇങ്ങനെ ഇടചേർന്ന് കിടക്കുകയാണ്. രണ്ട് വശങ്ങളിലും ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരു കലാകാരനായിരുന്നു മാളച്ചേട്ടൻ. മാളച്ചേട്ടന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരു പ്രതിഭ, മാളച്ചേട്ടനോടൊപ്പം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭ. ഏറെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേത്രി കുളപ്പുള്ളി ലീല ചേച്ചി. ലീല ചേച്ചി, സ്വാഗതം ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ പങ്ക്തിയിലേക്ക്. നാടക കാലത്തെ മാളച്ചേട്ടനുമായിട്ടൊരു ബന്ധം ലീല ചേച്ചിക്കുണ്ടോ? ഉണ്ട്. എവിടുന്നാണ്, എപ്പോഴാണ്? മാളച്ചേട്ടൻ ഈ കോമഡി അല്ലേ അധികം ചെയ്യുന്നത്. ഞാനും നാടകത്തിൽ അധികം കോമഡിയാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പൊ ചേട്ടൻ സിനിമയിലൊക്കെ അതിന്റെ ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാനും സിനിമയിലുണ്ട്. അങ്ങനെയാണ് സിനിമയിൽ നാടകത്തിന്റെ വെച്ചാൽ മാളച്ചേട്ടൻ നാടകം കളിക്കുന്ന കാലത്ത് എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാനും സിനിമയിൽ വന്നതിന് ശേഷം പുള്ളി ഡയറക്ഷൻ ചെയ്യാറുണ്ട്, നാടകങ്ങളൊക്കെ കളിക്കാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അപ്പം ഞങ്ങളൊരു 6-7 പടവും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരിചയം. അപ്പം എന്നോട് എടി ഞാൻ ഒരു നാടകം ചെയ്യുന്നുണ്ട്, നീ വന്നൊന്ന് അഭിനയിക്കണം കേട്ടോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാളച്ചേട്ടാ ഞാനും ഇങ്ങനെ സിനിമയിൽ അപ്പോൾ ഡേറ്റിൽ എടി നീ നാടകത്തിൽ നിന്ന് വന്നതെന്ന് ഓർക്കണോ, സിനിമയൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നിട്ട് തിരിഞ്ഞിട്ട് കൊണ്ട് പറയാം ഞാൻ പറയണത് വെറുതെ പറയാം, നാടകം നിനക്ക് വരുമ്പോ സിനിമ വരുമ്പോ ഞാൻ വിട്ടുതരാം, നമ്മളെ ചോറല്ലേ ഇപ്പൊ അത്. ശരി. മാളച്ചേട്ടൻ അപ്പം സിനിമയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നാടക ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അല്ലേ? നാടകം ചെയ്തിട്ടുണ്ട്. അതാ ഒരെണ്ണം ഈ നാടകത്തിൽ മാളച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന നാടകത്തിൽ ലീല ചേച്ചി അഭിനയിച്ചു. അതായത് വേറൊരു പെണ്ണിനെയാണ് വിളിച്ചത് അവര്. ആ പെണ്ണ് ചെയ്തപ്പം അതിന് ശരിയായില്ല. ആ മാളച്ചേട്ടൻ പറഞ്ഞു ആ കൊളപ്പുള്ളീനെ അങ്ങോട്ട് വിളി, ആ കൊലപ്പുള്ളീനെ അങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞത് ആദ്യം. കൊലപ്പുള്ളി ആ കൊളപ്പുള്ളീനെ അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നാടകം ചെയ്യണ്ടേ, ഒരു പെണ്ണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടി, അതൊന്നും ശരിയായില്ല, നീ അതൊന്നും വന്ന് അഭിനയിച്ചിട്ടായോ, നിനക്ക് അധികം റിഹേഴ്സലൊന്നും വേണ്ട, നിനക്ക് വേഗം ചെയ്യാൻ പറ്റണ്ട. മാളച്ചേട്ടാ അതിപ്പം നമ്മളിപ്പോൾ കയറി വരുന്നൊക്കെ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമായി അതൊക്കെ ഞാൻ നോക്കിയോളാം, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മാളച്ചേട്ടൻ്റെ വീടുണ്ട് മാളയിൽ, അവിടെ വെച്ചാണ് റിഹേഴ്സലും കാര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന് റിഹേഴ്സൽ എടുത്തപ്പം മതിയടി ഇനിയിപ്പോൾ നീ വന്നോളുന്നില്ല, നീ ഡയലോഗൊക്കെ എഴുതി വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മാളച്ചേട്ടൻ അതൊന്നും ശരിയല്ല, മാളച്ചേട്ടൻ്റെ പേരാ പോവുക, എൻ്റെ പേരൊന്നും പോയില്ലടി, നീയൊന്നും വിചാരിച്ച എൻ്റെ പേര് പോവില്ല. ഞാൻ പറഞ്ഞു മാളച്ചേട്ടൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നാടകമല്ലേ അല്ലേ മാളച്ചേട്ടൻ്റെ പേര് കളയാൻ ഞാൻ വിചാരിച്ച പറ്റും ചലിക്കാതിരിക്കും അവിടെ. അങ്ങനെ റിഹേഴ്സലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അപ്പം വേറൊരാൾ പറഞ്ഞു വേറൊരു പെണ്ണിനെയും കൂടി പഠിപ്പിച്ച് വെക്കാം, എന്നിട്ട് അഥവാ ഇവർക്ക് സിനിമ വരികയാണെങ്കിൽ പോയിക്കോട്ടെ, അവൾക്ക് സിനിമ വന്നാലും ശരി, സിനിമേന്റെ അപ്പുറത്തെ അപ്പാപ്പം വന്നാലും ശരി, നാടകം വന്നാലും ശരി, ഇതിൽ അവള് കളിച്ചിരിക്കും പറഞ്ഞു. ഒരു വിശ്വാസമാണ്. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നാടകത്തിലുള്ള ആൾക്കാർക്ക് അതിനോട് ഒരു പക്ഷേ ഈ നാടകം എല്ലാം ഓക്കെ. അപ്പൊ അവളെ പഠിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഡയലോഗ് പഠിച്ചോ, എന്നിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നീ തന്നെ കളിക്കണം എന്ന് പറഞ്ഞു. വന്നത് എനിക്കും മാളച്ചേട്ടനും കൂടി ഒരുമിച്ച് സിനിമ. അതായത് സിനിമയുടെ പേരിക്ക് ഓർമ്മ അല്ല, 6-7 സിനിമ ചെയ്തിട്ടുള്ളൂ ഞാൻ മാളച്ചേട്ടൻ്റെ കൂടെ. അപ്പോൾ മാളച്ചേട്ടാ എനിക്ക് ഇങ്ങനെ സിനിമ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി എനിക്ക് മാത്രമല്ല നീ മിണ്ടല്ലേ, എനിക്ക് വന്നിട്ടുണ്ട്. സേതുരാമയ്യർ CB ആണോ എനിക്ക് ഓർമ്മയില്ല, പ്രഭുവിന്റെ മക്കൾ അങ്ങനെ എന്തോന്നാണ്, ഒരു 6-7 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യേ, ഇനി അവള് കളിച്ചോട്ടെ. അത് അങ്ങനെ എനിക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റിയില്ല, പക്ഷെ ക്യാമ്പില് പറഞ്ഞല്ലോ ക്യാമ്പിലൊരു ധൈര്യമാണല്ലോ, അത് കളിച്ച് കാണിച്ച് ഒരാൾ ചെയ്ത് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ ആർട്ടിസ്റ്റ് വേണമല്ലോ. പക്ഷെ എന്നോട് പിന്നെ മാൾച്ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നിക്ക്, അവള് പഠിച്ചോട്ടെ, പഠിപ്പിച്ചിട്ട് എന്നോട് 4-5 ദിവസം അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിൽക്കാൻ പറഞ്ഞു, ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. മോഹൻ സാറിന്റെ ഏത് നാടകമാണ്? എന്റെ ഈ അമരഗീതം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ കുറച്ച് സ്റ്റേജ് കളിച്ചുള്ളൂ. അപ്പൊ അത് പിന്നെ പേര് മാറ്റിയിട്ട് വേറൊരു ഇതില് മാള ഒരുപാട് കളിച്ചു. നമ്മുടെ നിയാസ് ബക്കറൊക്കെ അഭിനയിച്ച അതിലാണോ നിയാസ് ബക്കർ? ഞാൻ അഷ്ടബന്ധം എന്റെ നാടകം ലീല കളിച്ചിട്ടുള്ളത്. ഞാൻ കളിച്ചത് ഇതാ നാടകം. അതെന്റെ നാടകമായിരുന്നു. 2 നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പാരി എന്ന് പറഞ്ഞൊരു നാടകം, അത് ഞങ്ങള് ശ്രീമുര തുടങ്ങിയൊരു സമിതിയായിരുന്നു.
അതിൽ വി കെ രമേശൻ തുടങ്ങിയ നല്ല കുറേ നടന്മാർ, പിന്നെ ഒരു റയൻസ് രഘു, അങ്ങനെ കുറെ നല്ല നടന്മാർ. നിങ്ങളുടെ ഒരു നേരം പോക്ക് നാടകമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം നാടകമില്ല, അപ്പൊ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചാൽ വല്ല വായിച്ചുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. നടന്മാരെ സംബന്ധിച്ച് അല്ല, മാളച്ചേട്ടനുമായിട്ടുള്ള ബന്ധം. മാള ആദ്യമായിട്ടൊരു റോൾ അഭിനയിക്കുന്ന എൻ്റെ ഒരു സിനിമയാണല്ലോ. ഞാൻ എൻ്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞൊരു നാടകം സിനിമയാക്കി, PG വിശ്വംഭരൻ, അതിരിക്കുന്ന രാത്രി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തിരക്കഥ സംഭാഷണം എഴുതിയത് ചേട്ടനാണ്, എൻ്റെ ശ്രീകുമാരൻ വിജയനാണ്. അപ്പൊ അതിലൊരു ഹാസ്യ കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സീരിയസ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പല ഡയലോഗ്സിലും കോമഡി ഉള്ളതുകൊണ്ട് ഹാസ്യ കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. പോലീസുകാരൻ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം 7 പെമ്മക്കളുടെ അച്ഛനാണ്, പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ഒരാളെ വേണം, പുതിയൊരാൾ വല്ലവരും ഉണ്ടോ എന്ന് വെറുതെ PG വിശ്വംഭരൻ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വേറൊരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അണ്ണനെ വിളിക്കുന്നു. ഒരു പരസ്യം ഞാൻ കയറ്റിക്കോട്ടെ. നമ്മുടെ ഈ പരിപാടി കാണുന്ന ചിലർക്കെങ്കിലും അറിയില്ലെങ്കിലും ഈ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ആരംഭിച്ച സ്ഥലത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഒരു കുട്ടമ്പിള്ള യുഗമായിരുന്നു. ഈ ഒരുപാട് കോൺസ്റ്റബിൾ ഉണ്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, പോലീസ് സ്റ്റേഷനിൽ കുട്ടമ്പിള്ള ഉണ്ട്. അത് ആർട്ടിസ്റ്റ് മാറിയാലും കുട്ടമ്പിള്ള ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത. അല്ല, അന്നത്തെ നാടകത്തിന്റെ ട്രെൻഡ് ആണത്. നാടകത്തിലും പോലീസാണെങ്കിൽ കുട്ടമ്പിള്ളയാണ്. അതങ്ങനെയാണ്. കുട്ടമ്പിള്ള ഇല്ലാത്ത പരിപാടിയില്ല. അപ്പൊ അതിന് തുടക്കം വെച്ചതാണ് ഈ പറയുന്ന മുഹൂർത്തം കേട്ടോ. അതെ, സത്യം അത് പറഞ്ഞ. ഇത് 74 ഈ നാടകം ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കുട്ടമ്പിള്ളവർ പിന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ഈ സിനിമയാക്കാൻ വന്നു കഴിഞ്ഞപ്പോ ചേട്ടനാ, അപ്പൊ ഞാനന്ന് സിനിമാ രംഗത്ത് AB രാജന്റെ സഹസംവിധാനമായിട്ട് ചെന്നിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് PG വിശ്വംഭരന്റെ കൂടെ വരുന്നത്. ഇതെടുത്ത് ഗണേഷ് കലാമന്ദിർ, MS വിശ്വനാഥന്റെ ഗണേഷ് കലാമന്ദിർ എന്ന് പറഞ്ഞ ആ സിനിമ സ്റ്റുഡിയോ, അദ്ദേഹത്തിന്റെ മകനാണ് ഈ പടം എടുത്തത്. അപ്പോൾ ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാളയുടെ പേരൊന്ന് പറഞ്ഞുകൂടെ ഞാൻ ജ്യേഷ്ഠനോട് ചോദിച്ചു. പറയാം, നീ എൻ്റെ നല്ല ഇതാണെന്ന് പറഞ്ഞ് മാളയുടെ പേര് പറയാണ്. അപ്പോൾ വിശ്വംഭരൻ അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല. എങ്ങനെ നിങ്ങൾ എന്ത് ചേട്ടനും കൂടി ഇങ്ങനെ ഒരാളെ റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല നടനായതുകൊണ്ടാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന് ടെലഗ്രാം അടിക്കാണ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് മാള അറിയുന്നൊരു ടെലഗ്രാം. അവനൊരു ടെലഗ്രാം തിരിച്ചങ്ങട് സെൻഡ് എ പ്ലെയിൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു. ടെലിഗ്രാം അടിച്ചോ? എന്നിട്ട് വന്നു. അവിടെ വന്ന് ഇവന്റെ പെർഫോമൻസ് ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അപ്പോൾ സിനിമാ നടൻ ജയനൊക്കെ ഉണ്ടായിരുന്നു, അത് എന്തോ കാര്യത്തിന് ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ പടം അത് കഴിഞ്ഞ് തിയേറ്ററിലൊക്കെ വരുമ്പോഴേ ചിരിയും അതുപോലെ തന്നെ കണ്ണീരും, ഒപ്പം കണ്ണീരും കിനാവും എന്ന് പറഞ്ഞ പോലെയാണ്. അത്ര ഗംഭീരമായിട്ട് ആ റോളാവും ചെയ്തു. അപ്പോൾ പിന്നീട് സിനിമ അന്ന് അവന് കൊടുത്ത പ്രതിഫലം 2500 രൂപയാണ് അവിടുന്ന് കൊടുത്തത്. ഇത് കഴിഞ്ഞപ്പോൾ കുറേ സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ ബൽത്തസാർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം എനിക്ക് തോന്നുന്നത് ഹേമന്ത് രാത്രിയാണെന്നോ, അതിൽ അദ്ദേഹത്തെ വിളിച്ചു. അത് ജയൻ്റെ റെക്കമെൻഡേഷനിലാണ്. ജയൻ പറഞ്ഞിങ്ങനെയാണ്, ഞാനും കൂടെ ഉള്ളപ്പോഴാണ് പറഞ്ഞു, സാർ ഒരു പുതിയൊരു ആക്ടർ വന്നിട്ടുണ്ട്, ഗംഭീര നടനാണ്, ആൾ നമ്മളെ പിടിച്ച കിട്ടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നണില്ല, നന്നായിട്ട് പോകുന്ന ഒരാളാണ്, ആൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നോട് ചെന്നു. അപ്പോൾ എന്നോട് റെക്കമെൻഡേഷൻ പോലെ ചോദിച്ചു എന്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ പറഞ്ഞു. അപ്പോൾ 10,000 രൂപ എന്ന് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നീ നടത്തണത്, നീ ഒരു റേറ്റ് കൃത്യമായിട്ട് പറയാനോ. ഞാൻ പറഞ്ഞു അദ്ദേഹം തന്നെ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന വഴി ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, മാള രവീന്ദ്രന് ഇതിലൊരു 4,000 രൂപ തരും എന്ന് പറഞ്ഞു ബൽത്ത സാർ. ഇവൻ എന്നെ ഇങ്ങനെ നുള്ളി തന്നെ ഇങ്ങനെ വലിയ സന്തോഷമായി നല്ല വീട്ടിൽ. പിന്നെ അവിടെ നിന്ന് ഒരു യാത്രയാണ്. ഇതാണ് ആദ്യത്തെ പോപ്പുലർ ആയിട്ട് സിനിമ? അതെ. അതിനു മുമ്പ് ചെറിയ ഈ ഞാൻ പറഞ്ഞ തളിരുകൾ പറഞ്ഞല്ലോ, ഈ ചന്ദ്രകുമാറിന്റെ ഒക്കെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒന്ന് മുഖം കാണിച്ചു പോകുന്ന ഒരു പറഞ്ഞറിയിക്കാൻ. സിനിമയുടെ ലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത് അനശ്വര നടൻ ജയൻ കാണുന്നു, ജയൻ അടുത്ത പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എന്തെല്ലാം വഴികളിലൂടെയാണ് ഒരു പ്രതിഭ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭാഗ്യം നിലയം എന്നൊരു പടം ഞാൻ ചെയ്തു. അങ്ങനെ എൻ്റെ അച്ഛനായിട്ടാണ് അതിനകത്ത് ഈ ഭാഗ്യം നിലയം. അത് ഈ ചൂളയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ കല ഉണ്ടാക്കുന്ന മരന്മാരുടെ ഒരു പടം. അപ്പൊ കുറെ നേരം ഒരു ഇങ്ങനെ മൂപ്പനെ കാണാനില്ല, മൂപ്പനെ കാണാനേ ഇല്ല. ആൾക്കാർ കംപ്ലീറ്റ് ലൊക്കേഷനിലോ സിനിമയിലോ ലൊക്കേഷൻ മൂപ്പനെ കാണാനില്ല. അത് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അവസാനം ചൂളയ്ക്കകത്ത് കത്തിക്കരിഞ്ഞിട്ട് ഒരു ഡെഡ് ബോഡി ആയിട്ടിരിക്കും, കിടുങ്ങി പോകും നമ്മൾ കണ്ടാൽ. അത്ര പെർഫോമൻസ് ആണ്. അങ്ങനെ ഇരിക്കണ പുള്ളി. സംഭവിച്ചു ഒരു കാര്യങ്ങൾ ശരിക്കും ആളുകൾ ഇരുത്താവുന്ന രീതിയിൽ ചുട്ട മറുപടി കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ. അപ്പൊ ഒരു അദ്ദേഹത്തിന്റെ ഒരാള് നിങ്ങൾക്ക് വേണ്ടി ഞാന് മാളച്ചേട്ടന്റെ മോൻ മുത്തു എന്നോട് വരേണ്ടതായിരുന്നു, വേറൊരു തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റാണ്ട് പോയതാണ്. അപ്പോ ഞാൻ ഈ മുത്തുവിനോടാണ് അന്വേഷിച്ചത്, അച്ഛന്റെ നല്ല കൂട്ടുകാരാരൊക്കെയാണ് എന്ന് വിളിക്കാൻ. അപ്പോഴാണ് നിങ്ങളുടെ ലിസ്റ്റുകൾ ഇങ്ങ് വന്നത്. എന്നിട്ട് അപ്പൊ ഈ ഒരാള് ചോദിച്ചു,
പൊതുവെ ഈ വർഗീയമായ ചില ചിന്തകളുള്ള ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നീ ഇപ്പൊ ഹിന്ദുവാണ്, എനിക്കറിയാം, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. വൈഫ് ക്രിസ്ത്യാനിയാണ്, രണ്ടാമത്തെ കുട്ടികള് നിങ്ങൾ ഏത് ജാതിയിൽ നിങ്ങൾ വളർത്തുന്ന ചോട്ടനെ പുള്ളി പറഞ്ഞു, ഞാൻ ഹിന്ദുസ്ഥാനിയായിട്ട് വളർത്തും, ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ മറുപടി. അതുപോലെ ഞങ്ങളൊരു ദിവസം ഒരു ഫംഗ്ഷന് പോയി ഒന്നിച്ച് തന്നെ, ഇതുപോലെ വിദ്യാർത്ഥികളൊക്കെ പോകണം. ഞങ്ങൾ പലപ്പോഴും ഈ ശ്രീമൂല എറണാകുളം ജില്ലയിലുള്ള പരിപാടിക്ക് എന്നെയൊക്കെ ഇങ്ങനെ വിളിക്കാറ് ഞങ്ങൾ രണ്ടുപേരും പോകും. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ മാളച്ചേട്ടന് ഇപ്പം എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ അങ്ങനെ തലകത്തിയിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവന് 19 വയസ്സായി, പിന്നെ ഗോദ്രേജ് കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി അവനോട് പറയണം, എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ് ഇവൻ, അത് ഈ പാട്ടുകളിൽ അഭിനയിക്കാൻ ഈ എനിക്ക് തോന്നുന്നു ദാസേട്ടൻ സ്വരം മാറ്റി പാടിയിട്ടുള്ള പാട്ടുകളിലൊന്നും മാളച്ചേട്ടന് വേണ്ടി തക്കണമുണ്ടൻ താറാവേ, അതെ അതെ അതെ, ഞാൻ പറയാം തക്കണമുണ്ടൻ താറാവേ തകിട്ടമുണ്ടൻ താറാവേ എന്നുള്ള പാട്ട് ദാസേട്ടൻ മ്യൂസിക് ഡയറക്ടർ ചെയ്ത ദാസേട്ടൻ സംഗീത സംവിധാനം ചെയ്ത ചുരുക്കം പാട്ടുകളിൽ ഒന്നാണ് ഈ പാട്ട്. ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ്. ഒരു വല്ലാത്ത ഡാൻസ് തക്കിടമുണ്ടൻ താറാവേ തകിട്ട ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ദാസേട്ടൻ സൗണ്ട് മാറ്റി പാടിയേക്കുന്നത് ആ പടം ഏതാ? വീണപ്പൂവിലാണ് ദാസൻ. അതിലൊരു സൗണ്ട് വിദ്യാരമാഷ് ഒരു പാട്ടുണ്ടല്ലോ സൗണ്ട് മാറ്റി പാടിയത്. ഗണപതിയും ശിവനും വാണീദേവിയും ഉടയരുളേണമെന്ന് സൽക്കര ചൊല്ലുവാൻ കന്നിമാസത്തിലെ ആയില്യം നാളില് പന്നകറാണിയാം കദ്രൂപെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനോ വാസുഗീതക്ഷകൻ കാർഗോളകൻ തൊട്ടുള്ളായിരം നാഗങ്ങൾ. ഈ നാഗത്താന്മാരെ വെച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ പൂജിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അദ്ദേഹത്തിനെ കാണാനേ ഇല്ല. ഞാന് സലീം കുമാരേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുമ്പം ആ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് നാരായണൻകുടി ചേട്ടൻ. അത് ഞങ്ങളൊക്കെ ചെറുകിട പരിപാടി, 10,000 രൂപയ്ക്ക് 8 പേര് 2.5 മണിക്കൂർ പരിപാടി. ഇത്തിരി പൈസ കൂടുതൽ കിട്ടിയാലും ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ പോർഷപ്പെട്ടുള്ള ഞങ്ങളുടെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളാണ് നാരായണൻകുടി ചേട്ടൻ. അന്ന് തൊട്ട് ഈ കാലം വരെ നാരായണൻകുടി ചേട്ടൻ ഒരു പാട്ട് പാടുന്നത് ഞാൻ കേട്ടത്. ഇന്നാണ് ചേട്ടൻ പാടുന്നത് ഞാൻ കേൾക്കുന്നത്. സത്യമായിട്ടും ഇപ്പൊ മാളച്ചേട്ടനെ പറ്റി നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ടോൺ മാറ്റും, പലതരം കാര്യങ്ങൾ. അദ്ദേഹം നീയറിഞ്ഞ മേലെ മാനത്തു അല്ലെ പലതരം പാട്ടുകൾ പാടുക, തബല വായിക്കുക, ആ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ ആദ്യമായിട്ട് പാടുക. അല്ല, ഞാനിപ്പോ ചോദിക്കാൻ തുടങ്ങിയതാ പാടുവോ എന്നുള്ളത്. പാടുന്ന മനസ്സിലായില്ലേ? ഭാര്യയും പാടും, ഗംഭീരമായിട്ട് മകളും പാടും. ഭാര്യനും മകളെ അറിയാം, മകളൊക്കെ പാടുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ട്. മാളാരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയെ കുറിച്ച് ഓർക്കുന്നു നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. സത്യം പറയാൻ എനിക്ക് മാളാരവിന്ദനെ കുറിച്ച് പറയാൻ സിനിമയിൽ അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ മാളാരവിന്ദനെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ സിനിമയിൽ മറ്റ് ഹാസ്യ നടന്മാരുടെ അടുത്ത് നിന്ന് ശത്രുവാവുക പോലും ചെയ്തിട്ടുണ്ട്. എന്താണ്, ഞങ്ങളെ ഔട്ടാക്കാനാണ് ഉദ്ദേശം എന്ന് വരെ നമ്മുടെ പ്രഗത്ഭരായ ഹാസ്യ നടന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ്റെ തൊഴിലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്തിനു പേടിക്കണം? നമ്മൾക്ക് തൊഴിലറിയാം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആര് വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോൾ എന്നാലും അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമില്ലേ എന്നൊക്കെ ബാസ്ചേട്ടനൊക്കെ, സത്യം പേര് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞൊരു ബാസ്ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. മാളവിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ചെയ്ത കോമഡികൾ, തമാശകൾ. എനിക്കറിയാം, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഒരു ബുള്ളറ്റ് വാങ്ങിയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പുറപ്പെട്ട് വന്നു. അപ്പോൾ ഞാൻ സത്യനന്ദക്കാരൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് വരുമ്പോൾ മാളവിൻ അന്തിക്കാട്ടിലേക്ക് ബുള്ളറ്റിലിങ്ങനെ പാടത്ത് റോട്ടിൽ കൂടെ വരുമ്പോൾ 2 ഭാഗത്തും പുഞ്ചക്ക ഇതാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ആരോ ഒരാൾക്കാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് മാളവിന്ദനല്ലേ പറഞ്ഞു. തിരിഞ്ഞു നോക്കി, ബൈക്ക് പാടത്തിന് നടുവ് കിടക്കണു. കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ചളിയും ചെറുതായിട്ട് നിൽക്കുന്ന ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മാളവിന്ദൻ്റെ കോമഡി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് കോമഡികളുണ്ട്. ഇനി നമ്മളിപ്പം ഈ നാരായണചേട്ടനെ പറ്റി പറഞ്ഞല്ലോ, ശബ്ദമാറ്റിൽ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുത്താല് ഇപ്പൊ സല്ലാപത്തിലെ മൂത്താശാരിയുടെ കഥാപാത്രം, ഒരു ഉള്ളി പിടിക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും വരുന്നതിനകത്തൊക്കെ എന്ത് രസമായിട്ടാണ് മാളച്ചേട്ടൻ. ദിലീപേട്ടന് ചില പ്രണയവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചില സന്ദർഭങ്ങൾ ഈ ക്യാരക്ടർ വലിയ പിന്തുണയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാർണിവലിലെ മാളച്ചേട്ടന്റെ കഥാപാത്രം, കാർണിവലിലെ കഥാപാത്രം അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്.
നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തില് ഇവരുടെ ജോലിക്കാരനായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു വേഷമുണ്ട്. സ്ക്രിപ്റ്റിലുള്ളതായിരിക്കും, എന്നാലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വരുന്നത് ഈ ലാലേട്ടനും ശ്രീനേട്ടനും കൂടെ ഈ വീട്ടിലോട്ട് വരുമ്പം പെട്ടെന്നൊരു മുഖംമൂടി വെച്ചൊരു രൂപം കാണും. അയാളെ പിടിച്ച് ഇവർ രണ്ടുപേരും കൂടെ കീഴ്പ്പെടുത്തി ഇടിച്ച് നശിപ്പിച്ച് മുഖംമൂടി മാറ്റുമ്പം മാളച്ചേട്ടനാണ്. അപ്പം നീ ആരാണ് നീ ചോദിക്കുമ്പോൾ മാളച്ചേട്ടൻ പറയും അയാൾ ഇവിടെ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ, ഒരാൾ പറയാം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളാണ്. അപ്പം ശ്രീനേട്ടൻ പിന്നെന്തിനാ ഇയാള് മുഖംമൂടി വെച്ച് തന്നത്? സേടിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ, വല്ല കള്ളന്മാരും വന്നാ അവരുടെ ഭാഗത്തുള്ള ആളാന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അത് സ്വന്തം സാധനമായിരിക്കും. അതായത് അവര് വന്നാൽ അവരുടെ ഭാഗത്തുള്ള ആളായിട്ടത് വിചാരിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് തല്ലിക്കിട്ട് ഓൾറെഡി മുഖംമൂടി വെച്ച് മുത്താശ്ശേരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്തും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് അത് മിടുക്കനാ, അങ്ങനെ ഇമിറ്റ് ചെയ്ത് കാണിക്കും. ഇട്ട് പറയാം എടാ നാടകത്തിൽ സിനിമയിലൊക്കെ ഇത് കയറ്റിയാൽ ഗംഭീരമായിരിക്കില്ലെന്ന് ചോദിക്കും. അതങ്ങനെ എൻ്റെ മെമ്മറിയിൽ കിടക്കും, അത് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. ഈ ഒബ്സർവേഷൻ ഭയങ്കരമാണ്. നിമിഷം കൊണ്ടുണ്ടാകുന്ന തമാശകൾ. ഒരു ബോർഡ് കണ്ടു, അത് കൊണ്ടുപോ തമിഴ് പടത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഇങ്ങനെ നിന്നിട്ട് പണ പണ പാ പാ പണ പനമ പശമ പേര് പണമ പാശമ. ഇയാൾക്ക് വായിക്കാറുണ്ടേ പാ 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 പനാമ പശാമ. അത് ഇതുണ്ട് നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാളനിലൊക്കെ ഒരു കഥാപാത്രമുണ്ട്. ആ നാട്ടിൽ വെറുതെ ചെണ്ട അടിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവര് രാത്രി ജയറാമേട്ടനൊക്കെ പോകുന്ന സമയത്ത് ബോബിച്ചേട്ടൻ ആരുമാണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ പറയും ഇവര് ഉറക്കം ഒഴിച്ചതിനെ പറ്റി പറയും. പണ്ട് ഇതുപോലെ ഞാൻ ഉറക്കം ഒഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇപ്പത്തിരിക്കുന്ന ഒരാൾ പറയും ഞാനും ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം ഉറക്കം നീ ഇതുപോലെ. ഭയങ്കര കോമഡിയാണ്. ഹോട്ടലുണ്ടാക്കാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തി അതങ്ങനെ പോലെ വേറെ. വാളച്ചേട്ടൻ എന്ന അതുല്യ നടനെ കുറിച്ച് സംവിധായകൻ നിരവധി നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ ഓർക്കുന്നു. പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറഞ്ഞ സിനിമയില് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആനപ്പാപ്പാന്റെ വേഷത്തിന് വേണ്ടിയിട്ടാണ് മാളച്ചേട്ടനുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ വേഷം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു തൃശ്ശൂർ നടക്കുന്ന കഥയാണ്. ആ കഥാപാത്രം അയാളുടെ ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് മാളച്ചേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ മാളച്ചേട്ടനെ വിളിച്ചു. ആ സിനിമയിലുള്ളൊരു പരിചയം മാളച്ചേട്ടനായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു ഫ്ലാറ്റിലാണ്. അന്ന് ആ ഫ്ലാറ്റിലെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മാളച്ചേട്ടൻ ചില ശാരീരികമായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ അന്ന് 1-2 നില കയറിയിട്ട് അതിനൊരു ബുദ്ധിമുട്ട് അദ്ദേഹം കാണിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷനും അവരുടെ ആ ഒരു അഭിനയത്തിനോടുള്ള എന്താ പറയുക ആ സബരിയോടുള്ള അവരുടെ ഒരു സമർപ്പണവും ഒക്കെ മനസ്സിലാവുന്ന ഇതുപോലത്തെ ലെജൻസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന അവരോട് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് ഒരു സിനിമയിലേ സാധിച്ചുള്ളൂ എന്നുള്ള ദുഃഖമാണ്, ഒരു സിനിമയിലെങ്കിലും സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ്. മാളച്ചേട്ടൻ ഇനിയും വരുന്ന തലമുറകൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ സിനിമകളിലൂടെയും ഓർക്കുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സത്യം. അതുപോലെ മാളയുടെ വേറൊരു കാര്യം പറയുമ്പോൾ തിലകൻ ചേട്ടനും മാളയും കൂടെ ഒരു സെറ്റിലിരിക്കുകയാണ്. വേറെ പല ആളുകളുണ്ട്. അപ്പം വൈകിട്ടുള്ള ഭക്ഷണം എന്ത് വേണമെന്ന് പ്രൊഡക്ഷനിലെ പിള്ളേർ വന്നിങ്ങനെ ചോദിച്ചു. ചിലർ ചപ്പാത്തി പറഞ്ഞു, ചിലർ ഉപ്പുമാവ് പറഞ്ഞു, അല്ലെങ്കിൽ കഞ്ഞി വേണം. അപ്പം മാള പറഞ്ഞു എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടനെ അറിയാലോ. തിലകൻ ചേട്ടൻ പറഞ്ഞു ഓഹോ മാളൊരു കഞ്ഞിയാണല്ലേ. ഉടനെ പുള്ളിയുടെ കൗണ്ടറാണ് ഞാൻ മാത്രമേ സിനിമാ രംഗത്ത് കഞ്ഞിയെ അല്ല ചോറായിട്ട് എന്താ തിലകൻ ചേട്ടാ കാര്യം, അതുകൊണ്ട് കഞ്ഞിയെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹം ജഡ്ജായിട്ട് വന്ന സമയത്ത് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു. ഒരു സ്കിറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്കിറ്റിലുള്ള ഒരാൾ ഒരുത്തം പറഞ്ഞു ഇവൻ മാളച്ചേട്ടനെ നന്നായിട്ട് അനുകരിക്കും പറഞ്ഞു. അപ്പം മാളച്ചേട്ടൻ നോക്കിയിരിക്കുകയാണ്. അപ്പം അടുത്തുള്ള ആൾ പറഞ്ഞു ഒന്ന് അനുകരിക്കൂ കേക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ ഉപ്പ് 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 അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞു. മാളച്ചേട്ടൻ നോക്കിട്ട് ഉപ്പോ ഞാൻ ചിരിക്കുമ്പോ ഉപ്പ് ചോദിക്കാറില്ലോ, എന്തിനാ ഉപ്പ് 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവിടെ വെച്ച് ഈ കഥാപാത്രങ്ങൾ എടുത്താലേ ഈ അതേ നാടകത്തിലുള്ളതുകൊണ്ടാണോ ഈ സ്റ്റേജ് പരിപാടികൾ കലാകാരന്മാര്
ഇവരുടെ കഥ പറയുന്ന ഒരുപാട് സിനിമകളിൽ യാദൃശ്യ മാളച്ചേട്ടൻ വന്നു വിട്ടിട്ടുണ്ട്. അല്ലെ സ്റ്റേജിന് പുറത്തെങ്കിലും കാണും. ഇപ്പോ കോട്ടയം കുഞ്ഞച്ചനില് മുട്ട വെച്ച് എറിയുന്നത് മാളച്ചേട്ടനാണ്. ഓഡിയൻസ് ആയിട്ട് ഫ്രണ്ട് നിൽപ്പുണ്ട്. ഈ കാസർഗോഡ് കാദർബായി മിമിക് സെക്ഷൻ അതിലൊക്കെ ട്രൂപ്പിന്റെ മാനേജറായിട്ട് ഒരു ട്രൂപ്പിന്റെ കഥയാണല്ലോ, അതിൽ മാളച്ചേട്ടനുണ്ട്. ജോക്കർ പോലെയുള്ള പടങ്ങളിൽ സർക്കസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കഥ പറയുമ്പോൾ അതിന്റെ അകത്ത് മാളച്ചേട്ടനുണ്ട്. അപ്പൊ കലാകാരന്മാരുടെ അങ്ങനെയുള്ള കഥകൾ പറയുന്ന പല സ്ഥലങ്ങളിൽ മാളച്ചേട്ടനുണ്ട്. ഇപ്പം സിനിമയിൽ എത്തിയ ശേഷവും അദ്ദേഹം നാടകം സംവിധാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. മിമിക്രിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് വേദികളിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള നിരവധി സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള രമേശ് കുറുമശ്ശേരി ചേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. എൻ്റെ വീട് കുറുമശ്ശേരിയിൽ മാളയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് മാളാരവിന്ദൻ ചേട്ടൻ ഇതിലൂടെ പോകുന്നുണ്ട്, സിനിമാ നടൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ മതിലും ഇരിക്കുമ്പോൾ കാറിൽ ഇങ്ങനെ ഇദ്ദേഹം പോകുന്നു. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അരവിന്ദൻ ചേട്ടനെ കാണുന്നത്. പക്ഷേ അടുത്ത് പരിചയപ്പെടുന്നത് സത്യനന്ദിക്കാട് സാറിൻ്റെ അടുത്തടുത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ റഹ്മാൻ്റെ മാനേജർ ഒരു നിസാമുദ്ദീൻ എൻ്റെ ഒരു മിമിക്രി കണ്ടിട്ട് അവസരം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ സേക്രഡ് ഹാർട്ട് കോളേജിലേക്ക് വിളിക്കുകയാണ്. അവിടെ ചെന്ന് റഹ്മാൻ്റെ മുമ്പിൽ ഞാൻ മിമിക്രി നടത്തി കഴിഞ്ഞപ്പോൾ റഹ്മാന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സത്യനന്ദിക്കാട് സാറിനോട് പറഞ്ഞു ഇങ്ങനെ നല്ല മിമിക്രിയാണെന്ന് പറഞ്ഞിട്ട് അവർ അന്ന് സെറ്റൊക്കെ നിർത്തി വെച്ചിട്ട് എൻ്റെ മിമിക്രി കാണാണ്. പിന്നീട് അതിന് ശേഷം ഓസ്കാർ എന്ന് പറഞ്ഞ സംഘടന സമിതി രൂപീകരിക്കുമ്പോൾ നമ്മുടെ സണ്ണി മൈങ്കണ്ടം അദ്ദേഹത്തെ പേട്ടനായിട്ട് വെച്ചു. അപ്പോൾ അതിക്ക് മുമ്പ് എന്നെ വന്ന് കണ്ടു, ഇങ്ങനെ ഓസ്കാറിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അരവിന്ദനെ പേട്ടനാക്കി വെച്ച് ഞങ്ങൾ പിന്നെ ഓസ്കാർ ഒരു കുടുംബം പോലെ ഒരുപാട് കാലം ഒരു കുടുംബം പോലെ അങ്ങനെ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ മേക്കാടുള്ള ഒരു വീട്ടിലായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ്. പലപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തരാറുണ്ട്. അങ്ങനെ വലിയൊരു സൗഹൃദമായിരുന്നു. ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഒരുപാട് കാലം നിറശോഭയോടുകൂടി നിൽക്കുന്ന, ഇന്നും എന്നും നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളിലൂടെ മാളാരവിന്ദൻ ചേട്ടൻ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്പിളിയുടെ സിനിമ, അമ്പിളിയുടെ സിനിമ, അമ്പിളിയുടെ കബനി മനോഹര ആദിവാസി മുത്തശ്ശൻ, 90-95 വയസ്സായിട്ടുള്ള ആള്, ഗംഭീര കഥാപാത്രമാണ്, മെയിൻ സാധനം. അല്ല, മാളച്ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ ഏതാ മോശമുള്ളത്? ഒന്നിനൊന്നിനും മെച്ചമുള്ളതല്ലേ? ഈ കഥാപാത്രങ്ങളെ പറ്റി മാത്രമല്ല, ഇത്രയും സ്നേഹബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, സൗഹൃദം എല്ലാം ഇതുപോലെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്, എൻ്റെ ജ്യേഷ്ഠൻ പുള്ളിയുടെ സ്വന്തം സഹോദരനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും ഒഴിവ് കിട്ടിയ ഉടനെ അവിടെ വരും. അവിടെ വന്ന് ചേട്ടൻ്റെ സൗകര്യങ്ങൾ അന്വേഷിക്കും. സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മകൻ്റെ വിവാഹം, എൻ്റെ വീട്ടിലെ ഏതാവശ്യങ്ങളും, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ വീട്ടിലാണെങ്കിലും അമ്പിളിയുടെ വീട്ടിലാണെങ്കിലും ഓരോ വീടുകളിലും ചെന്നിട്ട് ആ കുടുംബാംഗമായിട്ട് വരും മാറുകയാണ്. എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവസാന കാലഘട്ടത്ത് കോയമ്പത്തൂർ ആസ്പത്രിയിൽ കിടന്നാണല്ലോ മരിക്കുന്നതിന് 4 മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ വാർത്ത വന്നു. ഞാനായിട്ട് ഒരു ചാനലുകാരെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞതാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നിട്ട് ആലുവയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അറിയിച്ചു, അങ്ങനെ സുഖമായിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനിരിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർക്ക് പോകാനെല്ലാം എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഗീത പറഞ്ഞു, ഇപ്പോൾ പോടോ ചേട്ടാ, പോയി വന്നിട്ട് കണ്ടാൽ പോരെ. ഇല്ലടി, എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, അവനവിടെ സുഖമില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, അവനെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ എൻ്റെ കണ്ണ് നിറയാണ്. അതായത് ഞങ്ങൾ അവസാനത്തെ കൂടിക്കാഴ്ച. പിന്നീട് മരിച്ചതിന് ശേഷം കണ്ടേ ആരങ്ങനെ എൻ്റെ സ്വന്തം സഹോദരൻ പോലും ചെയ്യില്ല. അങ്ങനെ അത്ര വൈകാരികമായിട്ടൊരു ബന്ധമായിരുന്നു ഞങ്ങളതിൽ. അത് അത്രയും ഡീപ്പായിട്ട് അവൻ എന്നെ സ്നേഹിക്കേണ്ടത് എനിക്ക് ആ ഒരൊറ്റ ഇന്ന് മനസ്സിലായത്. മാളച്ചേട്ടനും അവസാനമായിട്ട് അഭിനയിച്ച നൂൽപാലം എന്ന് പറയുന്ന സിനിമയുടെ സംഗീത സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്ര സിനിമ ചെയ്യുന്നു. ഇവരൊന്നിച്ച് നാടകത്തിന്റെ സൈഡിൽ നിന്ന് തുടങ്ങിയതാണ്. യാദൃശ്ചികമായിട്ട് ആ സിനിമയുടെ സംഗീത സംവിധാനം വിദ്യാരംഭ അടുത്തേക്ക്. അല്ല, അമ്പിളിയെ പറ്റി പറയുമ്പോഴത് പറയണം. അമ്പിളി ഞങ്ങളൊരു 3 പേര് ശ്രീമൂലത്തെ എൻ്റെ ജ്യേഷ്ഠനായിട്ട് തുടങ്ങിയൊരു ബന്ധമാണ് ഈ വിദ്യാലയത്തിനും അമ്പിളിയും എല്ലാവരും ആയിട്ടുള്ളത്. മാളയ്ക്ക് അതിനു മുമ്പേ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഈ 4 പേര് തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ഇതാണ്. എല്ലാം ഇങ്ങനെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവസാന കാലങ്ങളെല്ലാം വന്നെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ പൊക്കിൾക്കുടിയുടെ ബന്ധം എന്ന് പറയില്ലേ, ആ ഒരു ബന്ധമായിരുന്നു.
രക്തത്തിന് എന്താ പറയുക, പച്ചവെള്ളത്തെയൊക്കെ കാട്ടിയുണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും ആ രക്തബന്ധം എന്ന് പറയുന്നതിന് ഒരു വലിയ തീവ്രതയുണ്ട്. ആ ബന്ധമാണ് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരു ബന്ധമായിരുന്നു ഞങ്ങൾ 4 പേരും തമ്മിൽ. അല്ല, ആ ഒരു ആത്മബന്ധം മുത്തു മാളച്ചേട്ടൻ്റെ മകൻ പറഞ്ഞപ്പോഴും അല്ലാതെയും അല്ലേ, നമ്മളിപ്പോ സിനിമയിലുണ്ട്, സിനിമയിലെ സൗഹൃദങ്ങളുണ്ട്, സിനിമയിലെ അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല പറയുന്നത്. എന്നാലും നിങ്ങളുടെ ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ അതാ ഇപ്പൊ പറഞ്ഞത്, സിനിമയിൽ എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ്, എത്രയോ പടങ്ങൾ, എത്രയോ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴും മാളച്ചേട്ടന്റെ തുടക്കത്തിലും മാളച്ചേട്ടൻ ലാസ്റ്റ് ചെയ്ത പടത്തിനും വിദ്യാരമാഷാണ് സംഗീതം കൊടുക്കുന്നത്. ഈ നൂൽപ്പാലത്തില് ഞാനും ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, അങ്ങനെ വന്നു. അല്ല, അതൊരു ഭാഗ്യം നമ്മുടെ സത്യസന്ധമായിട്ട് വന്നു സംഭവിച്ചു. അങ്ങനെ വേണ്ട. ഞാൻ ആ സംഭവിച്ചതിന്റെ ഒരു യാദൃശ്ചികതയെ കുറിച്ചാണ്. അതെ അതെ, ശരിയാണ് മാഷ്. അത് യാദൃശ്ചികമല്ല, സംഭവിച്ചേ മതിയാവും. നമുക്ക് ദിനേശ് പ്രഭാകർ നിരവധി പരസ്യചിത്രങ്ങളുടെ സംവിധായകനാണ്, അഭിനേതാവാണ്, നിരവധി സിനിമകളുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ആളാണ്. ദിനേശ് പ്രഭാകർ ഇപ്പോൾ മാളച്ചേട്ടനെ ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു മീശമാധവൻ. അപ്പോൾ മീശമാധവനിൽ അഭിനയിക്കാൻ ചെന്ന സമയത്ത് ആരെയും പരിചയമില്ലാതെ നമ്മൾ ലൊക്കേഷനിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്ത ഒരാളാണ് മാളച്ചേട്ടൻ. നമ്മളുമായിട്ട് എവിടെ വന്നിട്ട് വീട് എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് സംസാരിച്ച് ഞാൻ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു മാളച്ചേട്ടൻ. കോമഡി ആർട്ടിസ്റ്റ് അല്ല, പുള്ളി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പടങ്ങൾ കണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് വധു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമയിൽ പുള്ളി പറയുന്ന ഒരു ഡയലോഗൊക്കെ ഞാൻ പുള്ളിനെ അപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. അതായത്, മോള് തന്ന ഓയിൽമെന്റ് മുഴുവൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സീൻ. അപ്പോൾ ഷുഗർ രോഗിയായിട്ട് കാലിൽ കെട്ടുമായിട്ട് മൃഗഡോക്ടറെ കാണാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് വധു ഡോക്ടറിൽ. അപ്പോൾ ഓയിൽമെന്റ് മുഴുവൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സീനെല്ലാം പറഞ്ഞ് കുറേ ചിരിച്ച്. അപ്പോൾ പുള്ളി കുറേ സിനിമാനുഭവങ്ങൾ പറഞ്ഞ് അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അതിനുശേഷം രസികൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ ഇത് 3 ലാൽ ജോസ് സിനിമകളായിരുന്നു. അപ്പോൾ ഈ 3 സിനിമയിലും പുള്ളിയോടൊപ്പം കുറേ സമയം ചെലവഴിച്ച് ഇതേപോലെ ഷൂട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ലൊക്കേഷനിലിരുന്ന് തമാശകൾ പറയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുള്ളി ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വളരെ കണക്ഷനിലായിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു മാളച്ചേട്ടൻ. അപ്പോൾ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് മാളച്ചേട്ടൻ്റെ ശബ്ദമെല്ലാം ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ പുള്ളിനത് പറഞ്ഞ് കേൾപ്പിക്കുകയും പുള്ളി പറഞ്ഞോടാ അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ ഉപദേശങ്ങൾ നൽകുകയും കോമഡി ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ലൊക്കേഷൻ ചെല്ലുന്ന ഒരാളോട് അങ്ങനെ ഒരു അപരിചിതത്വം ഭാവിക്കാതെ പെട്ടെന്ന് തന്നെ അടുക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു മാളച്ചേട്ടൻ. അപ്പോൾ മാളച്ചേട്ടൻ ഇന്ന് ഇല്ല എന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ സിനിമകളിലെ പല കോമഡി സീനുകളെല്ലാം കാണുമ്പോൾ എപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു വലിയ നഷ്ടം നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. മാളരവിന്ദൻ പെരുമ്പാവൂർ നാടകശാലയിലേക്ക് പ്രോഗ്രാമിന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രണവം എന്ന് പറയുന്ന ഒരു നാടകം തൃശ്ശൂർ പ്രൊഫഷണൽ ട്രൂപ്പിൽ നടക്കുക. ആ നാടകം കാണാൻ വേണ്ടി പെരുമ്പാവൂർ നാടകശാലയുടെ സാരഥിയും അതിൻ്റെ സെക്രട്ടറിയും കൂടി വന്നു. PR സുകുമാരൻ മാഷും കാലടി ഗോപി വന്നു. റീജൻ തിയേറ്ററിൽ നാടകം കണ്ടു. നാടകം കണ്ടപ്പോൾ അതിൻ്റെ സംഗീതം ഞാനും മുരളിയാണ്, അമ്പിളി സെറ്റ് അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് വന്ന് കണ്ടു. കഴിഞ്ഞപ്പോൾ അവർ സുകുമാര സാറും ഇങ്ങനെ കാലടി ഗോപി വന്ന് പറഞ്ഞു, അവനോട് പറഞ്ഞു നാടകം പോരാ, പക്ഷെ പാട്ടുകൾ ഗംഭീരം, അത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാടകം അത്ര കൊള്ളാം അത്രയുള്ളൂ, പോരാന്ന് പറഞ്ഞു. പക്ഷെ പാട്ടിനെ സംബന്ധിച്ച് ഒന്നും പറയാല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഈ അടുത്ത കൊല്ലത്തെ ഈ പ്രാവശ്യത്തെ പുതിയ നാടകം ഉണ്ടല്ലോ, അതിന് സംഗീതം ചെയ്യാൻ വിദ്യാധരം വരണം, സെറ്റ് അമ്പിളി വരണം. എന്താ വന്നുകൂടെ ചോദിച്ചു. പിന്നെ എന്താ കുഴപ്പം? അപ്പം നോക്കിയപ്പോൾ അവിടെ പെരുമ്പാവൂർ നാടകശാലയിൽ ചെന്നപ്പോൾ അവിടെ സെറ്റ് മ്യൂസിക് ചെയ്യാൻ ചെന്നപ്പോൾ അതിന്റെ സംവിധാനം ശ്രീമുഖാരം വിജയനാണ്. ഈ നാടകത്തിന്റെ രചന കാലടി ഗോപിയാണ് നാടകരചന. നാടകത്തിന്റെ പേര് രംഗം. രംഗം എന്ന് പറയുന്നത് 4 സീനുകളുള്ള ഒരു മാളച്ചേട്ടൻ തബലയുണ്ടോ ആ സമയത്ത്? അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാടകത്തിന്റെ ഒരു സീൻ ഇങ്ങനൊരു സമ്പ്രദായം പറയാം. ഈ കാലടി ഗോപി നാടകത്തിന്റെ ഒരു രംഗം എഴുതി കഴിഞ്ഞാൽ ആ രംഗം കൊടുത്ത് ഡയറക്ടറെ ഏൽപ്പിച്ചിട്ട് അതിലുള്ള ആൾക്കാരും കൂടി നന്നായി അഭിനയിച്ച് പെർഫെക്റ്റ് ആയാലും രണ്ടാമത്തെ എഴുതുള്ളൂ. അങ്ങനെ കാലടി ഗോപിയുടെ സ്ഥിതി അങ്ങനെയാണ്. ആദ്യത്തെ രംഗം പെർഫെക്റ്റ് ആയിട്ട് അവർ അവതരിപ്പിച്ച് കാണിച്ചാൽ രണ്ടാമത്തെ രംഗം കൊടുക്കും, അപ്പോഴേ എഴുതുള്ളൂ. അങ്ങനെ പാട്ടുകൾ ഇല്ലതാനും പശ്ചാത്തല സംഗീതം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഞാൻ പോയി ആദ്യം പോകുന്ന അതിനാണ്. അവിടെ വെച്ചാണ് ഈ വിജയചേട്ടൻ പരിചയപ്പെടുന്നതും. വിജയചേട്ടൻ നാടക ട്രൂപ്പിലത്തെ 4-5 പാട്ടുകളിലുള്ള പാട്ടിൽ നിന്ന് ഒരു പാട്ട്
അല്ല, അന്ന് ഞങ്ങൾ തുളസിത്തറ എന്ന് പറഞ്ഞൊരു നാടകം ചേട്ടന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് അതിലാണ് ഈ ബന്ധത്തിലാണ് നാടകം വന്നു. അവിടെ നിന്ന് ഒരു 4 പാട്ടുകൾ 5 പാട്ടിൽ ഒരു പാട്ട് കൽപ്പാന്തകാലത്തോളാണ്. ആ പാട്ടിന്റെ വരികൾ ആളുകളുണ്ട്. ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗീതമല്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള 4 പാട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രചനയ്ക്ക് ഈ ട്യൂണല്ല വേണ്ട. എന്ത് ട്യൂൺ വേണമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ കൊണ്ടുപോയത് എനിക്ക് എന്ത് ട്യൂണാ വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് ഇതല്ല വേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക. വിദ്യാധരൻ അതൊന്നും ചെയ്തു തരാൻ പറഞ്ഞു. ചെയ്തുകൂടെ ചോദിച്ചു. പറ്റില്ലാന്ന് പറഞ്ഞിട്ടോ ആദ്യം പറ്റില്ല പറഞ്ഞു. അത് ചേട്ടാ വേറൊരാൾ ചെയ്തല്ലേ, പിന്നെ ഞാനത് ചെയ്യണം. അത് കേട്ടിട്ടില്ല ട്യൂണ്, കേട്ടിട്ടില്ല. എന്നാൽ പിന്നെ ഇത് ഫ്രഷ് ആയിട്ടാണ് ഹാൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു കൊണ്ടു. അപ്പൊ നമുക്ക് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് യേശുദാസിനും കൂടി പാടിക്കാന്ന് പറഞ്ഞപ്പോ നല്ല ഊർജ്ജമായിരിക്കും. സന്തോഷായി. അങ്ങനെ പറഞ്ഞപ്പോ സന്തോഷായി. അപ്പോ ഇതുകൊണ്ട് പിന്നെ നടക്കണം. അതും ക്ഷേമാതിര ട്രൂപ്പില് ഹാർമോണിസ്റ്റാ. ഈ ബന്ധം കൊണ്ട് ഈ ഒരു പാട്ടുണ്ടാക്കാൻ അവസരം കിട്ടി. ഈ പാട്ട് കുറെ കാലത്തിന് ശേഷം ഇപ്പൊ 48 കൊല്ലം മറ്റേ ഈ പറയുന്ന കഥ കഴിഞ്ഞിട്ട് ഈ പാട്ട് ഇറങ്ങിയിട്ട് അപ്പൊ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് വന്നപ്പോ സൂപ്പർ ഹിറ്റ്. ജനങ്ങൾക്ക് ഇപ്പൊ എന്നെ കണ്ട കഷായം മരുന്ന് കുടിക്കണ മതി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞ മാതിരി പാടുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 പ്രാവശ്യം പഠിത്തം എടുക്കുള്ളൂ എന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെ നിർബന്ധിച്ച് പാടി. ഈ പറഞ്ഞ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്ന പറഞ്ഞ പോലെ ട്രൂപ്പുകൾക്ക് അന്നൊരു പരിപാടിയുണ്ട്. ഞാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഗൾഫിൽ പോവുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോ നമ്മളോട് വെറുതെ ചില കമ്മിറ്റിക്കാര് നമ്മള് പരിപാടിക്ക് അവിടെ എത്തിക്കഴിയുമ്പം നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ ഇന്നൊരു സ്പോൺസർ ഉണ്ട്, ഒരു ഗൾഫുകാരൻ. അയാള് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങളെ ഗൾഫിൽ കൊണ്ടുപോകാനൊരു താല്പര്യമുണ്ട്, അതുകൊണ്ടാ വന്നേക്കുന്നത്. നമ്മൾ അന്നത്തെ ദിവസം ഡബിൾ പവറും ഡബിൾ ആത്മാർത്ഥതയും. കാരണം ആ ഗൾഫുകാരൻ അങ്ങനെ ഒരു ഗൾഫുകാരനും സദസ്സിലില്ല, ആരുമായിട്ട് കൊണ്ടുപോകാനും പോകുന്നില്ല. അങ്ങനെ ഒരു 5-6 സ്ഥലത്തായപ്പോ നമുക്ക് മനസ്സിലായി ഈ ഗൾഫുകാരൻ ലീവിന് വന്നിട്ടില്ലാത്ത ആളാണ്, അയാൾ അവിടെ എവിടെയോ ആണെന്നുള്ളത്. അങ്ങനത്തെ ഒരു പറച്ചിലാണ് ഈ പറഞ്ഞു എന്ന് പറയുന്നത്. വിദ്യാരേട്ടൻ ശ്രീമൂലത്തും പരിസരത്തൊക്കെ വരുമ്പോഴേ എന്നോട് പറയണെന്നറിയോ, വിദ്യാരമാഷ കണ്ടെന്ന് ആരും പറയാറില്ല, അതേ കൽപ്പാന്താലം ഒന്നുണ്ടായില്ലെന്ന് കാലിൽ അങ്ങനെ പറയണേ. എന്നെ കണ്ടപ്പോൾ പറയും കൽപ്പാന്താലം പോണെന്ന്. അല്ല, അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു ഹൈസ്കൂളിലത്തെ ഒരു പ്രിൻസിപ്പാളേ ഒരു ലേഡി എന്നെ കണ്ട പറയാം, ദേ കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ വന്നു. കൽപ്പാന്തക്കാരൻ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ബെന്നി പി നായരമ്പലം മാളച്ചേട്ടനെ ഓർക്കുന്നു. മാളച്ചേട്ടൻ നാടകക്കാരനായതുകൊണ്ട്, നാടക അഭിനേതാവായതുകൊണ്ട് നാടകത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. നാടകത്തെക്കുറിച്ചുള്ള എന്നോട് നാടകൃത്ത് എന്ന രീതിയിൽ എന്നോട് വളരെയധികം സൗഹൃദത്തോടെയും സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചു. അന്ന് ഞാൻ ചെറുപ്രായമാണ്. അപ്പോൾ ഇത്രയും ചെറുപ്പം ഉള്ള നാടകൃത്തുകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ എഴുതാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കീർത്തനം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അങ്ങനെ ആ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള അടുപ്പം ഏത് സമയത്തും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും നാടകങ്ങളെക്കുറിച്ചായിരിക്കും. ആ വർഷത്തെ നാടകങ്ങളെക്കുറിച്ചും കണ്ട നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അതിനുശേഷം പിന്നെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് മാളച്ചേട്ടൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ചടങ്ങിനോടനുബന്ധപ്പെട്ട് മാളച്ചേട്ടനെ കണ്ടപ്പോൾ മാളച്ചേട്ടൻ അന്നൊരു കമൻറ്റ് എന്നോട് പറഞ്ഞു, ഈയിടെയായിട്ട് പേന മാള വഴി പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ അടുത്ത് തന്നെ മാള വഴി പേന പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു വിട്ടു. പിന്നീട് ചാന്തുപൊട്ടിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ഇതിനകത്ത് കണാരൻ എന്ന് പറയുന്ന ലാലേട്ടനോടൊപ്പമുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അതും നാടകമായതുകൊണ്ട് ആ നാടകത്തെക്കുറിച്ചും അന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങളെപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം സിനിമയേക്കാൾ ഉപരി നാടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. മാളച്ചേട്ടനെ നാടകം എന്ന് പറയുന്നത് ഒരു പ്രാണവായു പോലെ തന്നെയായിരുന്നു. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ആ നാടക ബന്ധമാണ് എനിക്ക് മാളച്ചേട്ടനായിട്ടുള്ളത്. ഒരു കലാകാരൻ പലതരത്തിലാണ് സമൂഹത്തെയും സൗഹൃദങ്ങളെയും സ്വാധീനിക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ. കലാകാരൻ എന്ന നിലയിൽ എന്ന് പറയുന്നതിൽ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഏത് കലയിലാണ് ഒരാളുടെ നൈപുണ്യം എന്നതിനെ ആസ്പദമാക്കി നമ്മൾ ആ കലയോട് ചേർത്താണ് പലപ്പോഴും അയാളെ പറയുക. എന്നാൽ മാളച്ചേട്ടൻ എന്ന അതുല്യ നടൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ഒരു ദീർഘമായ യാത്ര അവസാനിക്കാറാകുമ്പോൾ
വ്യക്തി എന്ന നിലയിൽ നിലപാടുകൾ കൊണ്ട്, സുഹൃത്തെന്ന നിലയിൽ അദ്ദേഹം പല സന്ദർഭങ്ങളിലും സൗഹൃദങ്ങളെ സ്വാധീനിച്ചതിൻ്റെ കഥകൾ കൊണ്ട്, സിനിമയിൽ ഗൗരവമുള്ളതും നർമ്മരസപ്രധാനതുമായ കുറേ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, താളമേളങ്ങളുടെ ആളായിക്കൊണ്ട്, സംഗീതത്തിൻ്റെ ആളായിക്കൊണ്ട്, അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ തന്നെയായിരുന്നു മാള അരവിന്ദൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാകുന്നു. നന്ദി. ആൽബർട്ട് സൈനി. മലയാളികളുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കാലഘട്ടത്തെയും കലയെയും ഒരു പ്രദേശത്തെയും അടയാളപ്പെടുത്തിയിട്ടാണ് മാള അരവിന്ദൻ എന്ന അതുല്യ കലാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.